friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ലഞ്ച് ആണ് കേട്ടോ. ഒരു പ്യുവർ വെജിറ്റേറിയൻ ലഞ്ച്. ജീര റൈസും റെസ്റ്റോറന്റ് സ്റ്റൈൽ ദാൽ ഫ്രൈയും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? റെസ്റ്റോറന്റ് സ്റ്റൈൽ ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് തോരപ്പരിപ്പും 1/4 കപ്പ് മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പരിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പും മസൂർ ദാലാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചെറുപരിപ്പും കൂടെ ചേർക്കാം. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇപ്പൊ കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിക്കണം. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ഗ്യാസിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ എടുത്തിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുക്കർ 5 വിസിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട് കുക്കർ. ഇത് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം. ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഞാൻ അതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഓയിൽ വെച്ചും ചെയ്യാം. നെയ്യ് വെച്ച് ചെയ്താലായിരിക്കും അത് കുറച്ചുകൂടെ ടേസ്റ്റ്. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഓതന്റിക് റെസിപ്പിയാണ്. അപ്പോൾ അതിനകത്ത് അവർ ജീരകമാണ് ഇടുക. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കടുക് ഇടാം. നമുക്ക് വേണമെങ്കിൽ ജീരകം ചൊവ്വ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ കടുക് ഇടാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 4 വറ്റൽമുളക് ഇടുവാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിനകത്തോട്ട് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 3 പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. സവാളയും തക്കാളി ഒരുപാട് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. അതും ചെറുതായിട്ട് അരിയും വേണം. നമ്മുടെ ദാൽ ഫ്രൈയിൽ ദാലാണ് കാണേണ്ടത്, ഇത് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. സവാളയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി ഇടാണ്. വളരെ കുറച്ച് മതി. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മല്ലിപ്പൊടി. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നേരത്തെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പിന്നെ ചേർക്കാം. പൊടികളെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ പരിപ്പ് അതിനകത്തോട്ട് ഇടാം. അതിനകത്തോട്ട് ഇടുന്നതിന് മുന്നേ ഞാൻ അതിനകത്തോട്ടൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അഞ്ച് മിനിറ്റ് ആയി. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇത് കുറച്ചുകൂടെ ലൂസാക്കാം. ഇത് കുറച്ച് അത്യാവശ്യം വെള്ളമുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്.
അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ നെയ്യ് ഒന്ന് വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിന് മുകളിലോട്ട് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ജീര റൈസ് ഉണ്ടാക്കാം. ജീര റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു സ്ട്രെയിനറിൽ വെച്ചതാണ്. ഇപ്പം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മിനിമം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നാൽ നമുക്കിത് പെട്ടെന്ന് അരിയായി കിട്ടും. നമുക്കിത് നെയ്ച്ചോറിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല റൈസാണ് ജീര റൈസ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ജീര റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് നെയ്യിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓയിലും ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്തോട്ട് ഒരു 4 ഗ്രാമ്പൂ, ഏലക്ക ഒരു 5 എണ്ണം, പിന്നെ ചെറിയ കഷ്ണം പട്ട, ബേ ലീവ്സ് ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ജീരകം ഇടുവാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ജീരകം ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 3 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 3 ഗ്ലാസ് അരിയാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ച് 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഈ അരി ഒന്ന് ഈ എണ്ണയിലും ജീരകത്തിലിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അത്രമാത്രം. 2-3 മിനിറ്റായി ഇത് ഫ്രൈ ആവുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിടുവാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്കിതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ജീര റൈസ്. നെയ്ച്ചോറൊക്കെ പോലെ തന്നെ നല്ലൊരു വെജിറ്റബിൾ ലഞ്ച് റെസിപ്പിയാണിത്. അങ്ങനെ ജീര റൈസും ഇവിടെ റെഡിയായി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ജീര റൈസും ദാൽ ഫ്രൈയും പിന്നെ സൈഡ് ഡിഷായിട്ട് പുതിന ചമ്മന്തിയും തൈരിൻ്റെ സാലഡും. ഇത് ലഞ്ചിന് മാത്രം കഴിക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഡിന്നറായിട്ടും കഴിക്കാം. ഞങ്ങളിപ്പോൾ ലഞ്ചിനാണ് കഴിക്കുന്നതെന്ന് മാത്രം. സോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്